ഒരുപാട് വിമർശനങ്ങളൊക്കെ കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപി ഏറ്റുവാങ്ങിയിട്ടുണ്ടെങ്കിലും ഒരുപാട് പാവപ്പെട്ടവരെ സഹായിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് എന്നതുകൂടി ഓർക്കണം. രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുൻപും സ്വന്തം പൈസയിൽ നിന്നും ഒരുപാട് പേർക്ക് ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ആ ഒരു സഹായം പലർക്കും ചെയ്തു കൊടുക്കുന്നതാണ് മറ്റൊരു പ്രത്യേകത. തന്റെ മുന്നിൽ വരുന്നവർക്ക് മാത്രമല്ല, വാർത്തകളിലും മറ്റുമൊക്കെ കണ്ടും പലരും അറിഞ്ഞും കണ്ടും സഹായിക്കുന്ന വ്യക്തിയാണ്. ഇപ്പോഴത്തെ സ്വയം തൊഴിൽ പദ്ധതിക്ക് വായ്പ അനുവദിക്കാത്ത ബാങ്ക് അധികൃതരുടെ നടപടിയെക്കുറിച്ച് സങ്കടം പറഞ്ഞ ഒരു വീട്ടമ്മയ്ക്ക് തണലായിരിക്കുകയാണ് കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി. പക്ഷേ ഇതിനെയും പലരും വിമർശിച്ചൊക്കെ വരുന്നുണ്ട്. ബൈസൺ വാലി, മുട്ടുകാട്, അമ്പാട്ട്, ഗംഗ ഋഷികേശ്വരനാണ് സുരേഷ് ഗോപി സ്വന്തം ചെലവിൽ ഇപ്പോൾ സ്വന്തമായ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ഒരു പുതിയ ഓട്ടോറിക്ഷ വാങ്ങി നൽകിയത്. 2 പതിറ്റാണ്ടിലേറെയായി ഏലത്തോട്ടങ്ങളിൽ കൂലിപ്പണി ചെയ്താണ് ഗംഗ തന്റെ കുടുംബത്തെ പോറ്റിയിരുന്നത്. ബസ് ഡ്രൈവറായിരുന്ന ഭർത്താവ് ഋഷികേശ് ആവട്ടെ ജീവിതശൈലി രോഗങ്ങൾ മൂലം 13 വർഷമായി ജോലിക്ക് പോകാൻ കഴിയാതെ കിടപ്പിലായതോടെയാണ് കുടുംബത്തിന്റെ മുഴുവൻ ഭാരവും ഗംഗയ്ക്ക് ഏൽക്കേണ്ടി വന്നത്. സ്വയം തൊഴിലിലൂടെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന ആഗ്രഹത്തോടെ 7 വർഷം മുൻപാണ് ഗംഗ ഒരു ബാങ്കിൽ മുദ്രാ ലോണിനായി അപേക്ഷ നൽകിയത്. എന്നാൽ അങ്ങനെ ഒരു പദ്ധതി നിലവിലില്ലെന്ന് പറഞ്ഞ് ബാങ്ക് അധികൃതർ ഇവരെ മടക്കി അയക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസമായിരുന്നു ഈ ഒരു വിഷയമായി സുരേഷ് ഗോപിയുടെ PA ഗംഗയെ ഫോണിൽ വിളിച്ച് കമ്പനിയിലേക്ക് പണം കൈമാറിയിട്ടുണ്ടെന്നും അടിമാലിയിലെ ഷോറൂമിൽ ചെന്ന് വണ്ടി കൈപ്പറ്റാമെന്നും അറിയിച്ചത്. തുടർന്ന് അടിമാലിൽ നിന്നും പുതിയ ഓട്ടോറിക്ഷ ഗംഗയുടെ വീട്ടിലേക്കും എത്തിച്ചു. വാഹനം ലഭിച്ച ഉടൻ തന്നെ ഗംഗ സുരേഷ് ഗോപിയെ വീഡിയോ കോളിൽ വിളിച്ച് നന്ദിയും കടപ്പാടുമാണ് രേഖപ്പെടുത്തിയത്. പക്ഷേ ഇതിനെയും ഒരുപാട് പേർ മോശമായി കണ്ട് സുരേഷ് ഗോപിയെ വിമർശിച്ചുകൊണ്ടൊക്കെ രംഗത്ത് വരികയാണ്. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക.